കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു വൈവാഹിക ബലാത്സംഗം നടന്നു എന്ന് തെളിയിക്കുവാനായി സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സിന് ഒരു ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട്. ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. സോ മെരിറ്റൽ റേപ്പ് കനോട്ട് ബി പീനലൈസ്ഡ്. ഇറ്റ് ഈസ് എ വാലിഡ് ഗ്രൗണ്ട് ടു ക്ലെയിം ഡിവോഴ്സ് എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് വാലിഡ് എന്താ പറയാം, റേപ്പ് എന്ന് പറയുന്നൊരു പരിപാടി ഭർത്താവ് ഭാര്യയുടെ സമ്മതമില്ലാതെ ആ ഭാര്യയുടെ ശരീരത്തെ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം. കോടതി പറഞ്ഞത്, ട്രീറ്റിംഗ് വൈഫ്സ് ബോഡി ആസ് സംതിങ് ഓവിങ് ടു ഹസ്ബൻഡ് ആൻഡ് കമ്മിറ്റിംഗ് സെക്ഷൽ ആക്ട് അഗെയിൻസ്റ്റ് ഹെർ വിൽ ഈസ് നത്തിങ് ബട്ട് മെരിറ്റൽ റൈപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഭാര്യയുടെ സമ്മതമില്ലാതെ, മനസ്സിലായി, കമ്മിറ്റിംഗ് സെക്ഷൽ ആക്ട്, ഭാര്യയുടെ സമ്മതമില്ലാതെ ആ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഭർത്താവ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, മെരിറ്റൽ റൈപ്പ് എന്ന പേരിൽ പറയാം. The court said, and while hearing an appeal filed by the husband challenging a judgment of family court granting divorce on the ground of cruelty. ഇങ്ങനെ ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു ക്രൂരത അല്ലെങ്കിൽ ക്രൂവാലിറ്റി എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവോഴ്സ് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഫാമിലി കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിലേക്ക് പോയപ്പോഴാണ് ഹൈക്കോടതി ഈ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കോർട്ട് ഓർഡർ നല്ല രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഇനി പറയുന്ന രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ദ വൈഫ് സ്റ്റേറ്റഡ് ദാറ്റ് ദ ഹസ്ബൻഡ് ഫോഴ്സ്ഡ് ഹെർ ടു ഹാവ് സെക്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദർ ഡോട്ടർ എന്നാണ് പറയുന്നത്. അതായത് ഭാര്യ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകളുടെ മുമ്പിൽ വെച്ച് പോലും യാതൊരു വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും നോക്കാതെ, പ്രൈവസി നോക്കാതെ മകളുടെ മുമ്പിൽ വെച്ച് പോലും ഭർത്താവ് ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് തന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കൂടാതെ ഈ ഭർത്താവിൻ്റെ അമ്മ മരിച്ചിരിക്കുന്ന ആ ദിവസത്തിൽ പോലും ദുഃഖത്തിൽ പങ്കുചേരാൻ സമ്മതിക്കാതെ ഭർത്താവ് തൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനായിട്ട് ഈ സ്ത്രീയെ ക്രൂരമായി ഫിസിക്കലി ടോർച്ചർ ചെയ്തു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും കോടതി അവിടെ മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കുക. കോർട്ട് നോട്ടഡ് ദാറ്റ് the insatiable urge for wealth and sex of the husband had forced the respondent to take a decision for divorce എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ആക്ടിന് വേണ്ടിയിട്ട് ആഗ്രഹങ്ങൾ സബലീകരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീനെ മൃഗീയമായി ഇതുപോലെ അവളുടെ സമ്മതമില്ലാതെ മിസ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ക്രൂരതയാണ്, അത് ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാം. Then fourth point, therefore the High Court upheld the divorce granted by the family court. സോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാമിലി കോടതി ഈ പാവപ്പെട്ട സ്ത്രീക്ക് അനുവദിച്ചു കൊടുത്ത ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, അപ്ഹെൽഡ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു കേസിൽ ഭർത്താവ് തോൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഭാര്യമാർക്ക് ഇതുപോലെയുള്ളൊരു പ്രശ്നം ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കോടതി നിയമം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് കേസ് ജയിച്ച് ഡിവോഴ്സ് മേടിക്കുവാനും സാധിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.